ഹലോ ഹായ്. വ്യക്തിബന്ധങ്ങളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ നമുക്ക് എന്തു ചെയ്യാം? ഒന്ന്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിച്ചു തുടങ്ങാം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കഴിവതും ചിരിച്ച മുഖത്തോടെ സംസാരിക്കുകയും നാം ഇടപെടുന്ന വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ടും അവരെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിലൂടെ പോസിറ്റീവായ ഊർജം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുകയും ആശയവിനിമയവും ആത്മബന്ധവും കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. രണ്ട്, മറ്റൊരാളുമായി ഇടപെടുമ്പോൾ നല്ലത് പറഞ്ഞു തുടങ്ങാം. അതെങ്ങനെയാണെന്നറിയാമോ? ചിലരൊക്കെ ഇങ്ങനെയല്ലേ, അയ്യോ നീയാകെ ക്ഷീണിച്ചു പോയല്ലോ, തടി കൂടിയല്ലോ, മുടിയാകെ നിറച്ചല്ലോ, എന്തൊരു കോലമായത് തുടങ്ങിയ മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ നമ്മളുടെ എത്രയോ ദിവസങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടല്ലേ. ഇത്തരം ആളുകളിൽ നിന്നും ഒരിക്കലെങ്കിലും ഒഴിഞ്ഞു മാറാൻ നിങ്ങൾ ഓരോരുത്തർ ശ്രമിച്ചിട്ടില്ലേ? സത്യമാണ്. ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഇടപെടുമ്പോൾ കഴിവതും നല്ലത് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. പലപ്പോഴും മനുഷ്യ സഹജമായി കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയേക്കാം. എന്നാൽ അതിന് പ്രാധാന്യം കൊടുക്കാതെ ആ വ്യക്തിയിലുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തുടങ്ങുന്നതാണ് ഉചിതം. നല്ല ചിന്തകളോ പോസിറ്റിവിറ്റി തോന്നുന്ന കാര്യങ്ങളോ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞ് പഠിക്കാം. ഇങ്ങനെയൊന്ന് ചിന്തിക്കൂ. ഒരു സുഹൃത്ത് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തു വന്നാൽ, അല്ലെങ്കിൽ അയാളൊരു വാഹനമോ വീടോ പുതുതായി വാങ്ങിയാൽ, ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഒന്ന് അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ കൊള്ളാമെന്നെങ്കിലും ഒന്ന് പറയാൻ നമുക്ക് കഴിയാറുണ്ടോ? ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് രുചികരമായ ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് നന്നായിട്ടുണ്ടെന്ന് അവരോട് എത്ര പേർ പറയാറുണ്ട്? ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഉപകരിക്കും. ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തരുന്ന സാഹചര്യങ്ങൾ പോലും അംഗീകരിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മളിലും മറ്റുള്ളവരിലും പോസിറ്റിവിറ്റി പരക്കാൻ ഉപകരിക്കും. മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരവസരവും നമുക്ക് ഇനിമേൽ പാഴാക്കാതിരിക്കാം. ഹാവ് എ നൈസ് ഡേ.